ഈ കാണിച്ചത്? നീ എന്തിനു വീട് വിട്ടിറങ്ങി? നിനക്കിതെന്താ പറ്റിയത്? ഈ അമ്മ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? പറ പറ മോളെ. എന്തുണ്ടെങ്കിലും അമ്മയോട് പറ. അമ്മ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചെന്നെ. നിനക്കിപ്പോ ഇങ്ങനെ തോന്നാൻ എന്താ കാരണം? എന്റെ മോള് പറ. ഇതിന് തക്കവണ്ണം എന്താ നിന്റെ മനസ്സില്? എന്താ നിനക്ക് സംഭവിച്ചത്? വാ മോളെ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ലമ്മേ, ഞാൻ വരുന്നില്ല. ഇനി എന്റെ ജീവിതം ഇവിടെയാ, ആരോരും ഇല്ലാത്ത ഇവിടുത്തെ പാവപ്പെട്ടവരോടൊപ്പം. ആരോരും ഇല്ലാത്തവളല്ലല്ലോ നീ. നിനക്ക് ഈ അമ്മയില്ലേ, ശ്യാമില്ലേ? വാ മോളെ എന്നോടൊപ്പം. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകരുതമ്മ. എന്നെ വിളിക്കരുത്, ഞാൻ വരില്ല. ടീച്ചർ വരും. രേണുക കുറച്ചു സമയം വിശ്രമിക്കട്ടെ. രേണുക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരാൻ തക്കവണ്ണം എന്താ സംഭവിച്ചത്? അവളുടെ കല്യാണം ഉറപ്പിച്ചിരുന്നു. പെട്ടെന്നുണ്ടായ ചില പ്രശ്നങ്ങൾ കാരണം അത് മുടങ്ങി. പക്ഷേ അവള് ഗർഭിണിയാണല്ലോ. മാഡം, ഞാൻ അവളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. ഈ സ്ഥിതിയിൽ അവൾ എന്നോടൊപ്പം ഉണ്ടാകുന്നതാണ് നല്ലത്. വേണ്ട ടീച്ചർ, അവൾ വരില്ല എന്ന് പറഞ്ഞതല്ലേ. ഇവിടെ നിൽക്കുന്നതാണ് അവൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നിർബന്ധപൂർവ്വം രേണുകയെ വീട്ടിൽ കൊണ്ടുപോകുന്നത് അപകടമാണ്. മാനസികമായി അവളാകെ തളർന്നിരിക്കുക. എന്തെങ്കിലും കടുങ്കൈ ചെയ്താ. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതാണ് ഉചിതം. നിങ്ങളുടെയൊക്കെ തീരുമാനവും അവളുടെ ഇഷ്ടവും അതാണെങ്കിൽ അതുപോലെ നടക്കട്ടെ. പിന്നെ രേണുക ഇവിടെ താമസിപ്പിക്കണമെങ്കിൽ ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ട്. അമ്മയ്ക്ക് സമ്മതമാണെന്ന് എഴുതി ഒപ്പിട്ട് തരണം. സാവധാനം കാര്യങ്ങളുടെ സത്യാവസ്ഥ ഞങ്ങളെ അറിയിക്കുകയും വേണം. അമ്മേ, അമ്മേ, എന്താ അമ്മേ ഇത്? ഈശ്വര സർ, ദയവായി അമ്മയെ കൊണ്ട് ഇനി അധികം സംസാരിപ്പിക്കരുത്. അമ്മയ്ക്ക് തീരെ സുഖമില്ലാത്തത്. പ്ലീസ്. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ, അന്വേഷണത്തിന്റെ ഭാഗമല്ലേ. ഏതായാലും തൽക്കാലം ഞാനിവിടെ നിർത്തുക. പക്ഷേ തുടർന്നും നിങ്ങളെല്ലാവരും മാക്സിമം എന്നോട് സഹകരിച്ചേ തീരൂ. രേണുകയെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? ഞാൻ ടീച്ചറെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു വിഷമവുമില്ല. എന്റെ കുഞ്ഞിനെ എനിക്ക് കിട്ടിയാൽ മാത്രം മതി. ഷുവർ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാൻ കണ്ടു വാങ്ങിയ ഭാഷ. എന്താ ധനപാലൻ സാറേ ഇത്? സ്വന്തം വീട്ടുമുറ്റത്ത് നിൽക്കുന്ന അപരിചിതനോട് അന്തസ്സായിട്ട് നേരിട്ട് ചോദിച്ചൂടെ ആരാണെന്ന്? അതിന് ഈ വളഞ്ഞ വഴിയൊക്കെ വേണോ? അല്ല, ആരാണെന്ന് പറഞ്ഞില്ല. അവിടെ പറഞ്ഞിട്ടുണ്ട്, ചോദിച്ചാ മതി. ഇനിയിപ്പോ ധനപാലൻ സാറ് സ്വീകരിച്ച വഴി കൂടെ തന്നെ ആവാം എൻ്റെ ഇൻട്രൊഡക്ഷൻ. ഇവിടെ എന്താ എല്ലാവർക്കും കഥകളി വശമുണ്ടോ? ധനപാലൻ സാറിനും കുറച്ചൊക്കെ കളികൾ അറിയാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഈ രാഷ്ട്രീയ കളികളെ. അല്ല,
എന്നെ എങ്ങനെ? അറിയാമെന്ന്. കൊള്ള. താങ്കളെയൊക്കെ അറിയാത്തവരാരാ ഇവിടെ? നാട്ടിലെ യുവ തുർക്കിയല്ലേ, ദ യങ് ടർക്ക്. കുറച്ചു കാലം പാർട്ടിയിൽ നിന്ന് സസ്പെൻഷനിലായിരുന്നെങ്കിലും തിരിച്ചു കയറിയിരിക്കുന്നത് അതിലും വലിയ പോസ്റ്റിൽ. മണ്ഡലം പ്രസിഡന്റിൽ നിന്നും യൂത്തിന്റെ ജില്ലാ വിങ്ങിന്റെ സെക്രട്ടറി സ്ഥാനത്തേക്ക്. ഇനി വച്ചടി കയറ്റമായിരിക്കുമല്ലേ? ഖദർ അല്പം കൂടിയതല്ലേ? എനിക്കും വലിയ ഇഷ്ടമായിരുന്നു ഈ വേഷം. അർദ്ധനഗ്നനായ ഫക്കീർ സ്വന്തം ചർക്കയിൽ നെയ്തെടുത്ത സാധനമല്ലേ? വേഷത്തിലെങ്കിലും അല്പം രാജ്യസ്നേഹം ആയിക്കോട്ടെ എന്ന് കരുതി. പക്ഷേ ഇപ്പൊ ഞാനിത് കൈകൊണ്ട് തൊടാറേയില്ല. ദേശസ്നേഹം പോയതുകൊണ്ടൊന്നുമല്ല, ഒരു പേടി. ജനങ്ങളെപ്പോഴാ കൈയേറ്റം ചെയ്യുക, മുണ്ടുപറിച്ചെറിയാന്ന് പറയാൻ പറ്റില്ലല്ലോ. ധനപാലൻ സാറിന്റെയൊക്കെ ഒരു ധൈര്യ അപാരം തന്നെ. ഇപ്പോഴും ഇതൊക്കെ ധരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ. ഹോ, സമ്മതിക്കണം. ആ, ഞാൻ പോകുന്നു. ഇനിയും വരാം. പോട്ടെ സാറേ. ശരി മാഡം. ധനപാലൻ സാർ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? അല്ല, വല്ല മന്ത്രിമാരുടെയും കൂടെ വിദേശ പര്യടനമോ മറ്റോ അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ? നമുക്കിനിയും കാണാം. കാണണം. ഏതാടി പുതിയ അവതാരം? വല്ല വട്ടുകേസാണോ? അങ്ങേര് വട്ടനൊന്നുമല്ല, സർക്കിളാ. സർക്കിൾ ഇൻസ്പെക്ടർ അരുൺ കുമാർ. രേണുകയെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ഗാഥേ, മോളെന്താ വന്നിട്ട് തുണി വിരിക്കാതെ പോകുന്നത്? ഇവിടെ വെയിലുണ്ടാവുന്ന കരുതി പപ്പ. ഇനിയിപ്പോ താഴെ വിരിക്കാം. പക്ഷെ പപ്പയെ കണ്ടിട്ടെന്താ മോള് മിണ്ടാതെ പോകാൻ തുടങ്ങിയത്? ഞാൻ നോക്കിയപ്പോ പപ്പ നല്ല ചിന്തയിലാ. നല്ല ഫുട്ബോൾ ഗെയിമിനെ കുറിച്ചാണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് ഞാനും കരുതി. തന്നെയുമല്ല, പപ്പയുടെ കത്ത് കേൾക്കാൻ തൽക്കാലം എനിക്ക് തീരെ ടൈമും ഇല്ല. കുറച്ച് ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. പഴയതുപോലെ അല്ല എൻ്റെ മോള്. ഒരുപാട് മാറിയിരിക്കുന്നു. എങ്ങനെ മാറിയിരിക്കുന്നു? പപ്പയ്ക്ക് ചുമ്മാ തോന്നുന്നതാ. എനിക്കൊരു മാറ്റവും ഇല്ല. എൻ്റെ കുട്ടിയെ ഞാനിത് ആദ്യമായിട്ടല്ലല്ലോ കാണുന്നത്. നിന്റെ മൂക്കൊന്ന് ഉയർത്താൽ പോലും ഈ പപ്പയ്ക്കറിയാം. നിനക്കെന്താ മോളെ? പപ്പയോട് പറ. പപ്പ അറിയാതെ മോൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടാവുന്ന കാര്യങ്ങളുണ്ടായോ? മുമ്പത്തെ പോലെയല്ല. മോളിപ്പോ പപ്പയുടെ അടുത്ത് വരാറില്ല. തമാശകൾ പറഞ്ഞ് പപ്പയെ കളിയാക്കാറില്ല. ഒരു ഒഴിഞ്ഞുമാറ്റം പോലെ. എന്തു പറ്റി എൻ്റെ കുട്ടിക്ക്? രാധേ, മോളെന്താ ഒന്നും പറയാത്തത്? മോളെ എന്താ? എന്തു പറ്റി മോളെ? എന്തിനാ കരയുന്നത്? പറ മോളെ. എന്താണെങ്കിലും പപ്പയോട് പറ. മോളുടെ പപ്പയല്ലേ ചോദിക്കുന്നത്? എന്തിനാ പപ്പ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലുന്നേ? എന്തിനാ പപ്പ എന്നെ മോളെന്ന് വിളിക്കുന്നത്? ഞാൻ പപ്പയുടെ മോളല്ലല്ലോ. ഞാൻ പപ്പയുടെ ആരും അല്ലല്ലോ. പിന്നെന്തിനാ പപ്പ? ഇല്ല മോളെ, അവൾ വെറുതെ ഓരോന്ന് പറയുന്നതാ. നീ പപ്പയുടെ മോള് തന്നെ. എൻ്റെ സ്വന്തം മോളാ നീ. പപ്പ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്ക് എന്റെ പപ്പയെ വേണം. എങ്ങേച്ചെ വേണം. കിരീടനെ വേണം. എന്നെ കാണല്ലേ പപ്പ? എൻ്റെ മോളെ, എൻ്റെ മോളെ. യെസ്, താങ്കൾക്ക് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞൊഴിയാം. രേണുകയുടെ തിരോധാനത്തെക്കുറിച്ച് താങ്കൾക്കൊന്നും അറിയില്ലെന്നും തനിക്കതിൽ യാതൊരു പങ്കുമില്ലെന്നും. സത്യവും
അതായിരിക്കാം. ബട്ട് എനിക്കറിയേണ്ടത് അതല്ല. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ബന്ധം, ഐ മീൻ രേണുകയും ശ്യാമപ്രസാദും തമ്മിലുണ്ടായിരുന്ന ബന്ധം, നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച സംഭവവികാസങ്ങൾ ഒക്കെ എനിക്കറിയണം. ഞങ്ങളുടെ ജീവിതത്തിൽ പുറത്തു പറയാനാവാത്തതായി പലതും സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ തികച്ചും പേഴ്സണൽ മാറ്റേഴ്സാണ്. രേണുകയുടെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനെന്ന നിലയ്ക്ക് എനിക്കതൊക്കെ അറിഞ്ഞേ തീരൂ. ആൻഡ് ഇറ്റ്സ് മൈ റൈറ്റ്. നിങ്ങളൊരു അഡ്വക്കറ്റല്ലേ മിസ്റ്റർ ശ്യാം? അന്വേഷണത്തിന്റെ ഫോർമാലിറ്റീസൊക്കെ നിങ്ങൾക്കും അറിയാവുന്നതല്ലേ? സി മിസ്റ്റർ ഇൻസ്പെക്ടർ, ഞാനും രേണുകയും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അടഞ്ഞ അധ്യായങ്ങൾ മാത്രമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഓർക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തവ, അല്ലെങ്കിൽ മറക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നവ. വൈ? എന്തുകൊണ്ട്? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. മിസ്റ്റർ ശ്യാം, കേസുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്ന കക്ഷികളോട് നിങ്ങൾ പറയാറില്ലേ വക്കീലിനോടും ഡോക്ടറോടും കള്ളം പറയരുതെന്ന്? കോടതി മുറിയിൽ എതിർകക്ഷികളെ നിങ്ങൾ പച്ചയ്ക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാറില്ലേ? സഭ്യതയുടെ അതിർവരമ്പുകൾ പോലും ലംഘിച്ച് അവരെ നിങ്ങൾ വലിച്ചു കീറാറില്ലേ? ഇല്ലേ മിസ്റ്റർ? യെസ്, ചെയ്യാറുണ്ട്. പക്ഷേ അത് ലോക്കപ്പുകളിലും ഇടിവണ്ടികളിലും ഒക്കെ ഇട്ട് ആളുകളെ ഇഞ്ചിഞ്ചായി ഇടിച്ചു നുറുക്കി കുറ്റം അടിച്ചേൽപ്പിക്കുന്നതിനേക്കാളും ഒരു ചാൺ നീളം പോലും ഇല്ലാത്ത അടിവസ്ത്രത്തിന്റെ വള്ളിയിൽ ആത്മഹത്യ ചെയ്യിപ്പിക്കുന്നതിനേക്കാളും ഒക്കെ സഭ്യ തന്നെയാണ് മിസ്റ്റർ അരുൺ. സ്റ്റോപ്പ് ഇറ്റ് മാൻ, സ്റ്റോപ്പ് ഇറ്റ്. വാചകക്കുസർത്തുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ നോക്കണ്ട. യു പ്ലീസ് കം ടു ദ പോയിന്റ്. ഈ ചോദ്യം ചെയ്യലിന് പിന്നിൽ എന്നെ കരിവാരി തേക്കാനാണ് ഉദ്ദേശമെങ്കിൽ സോറി, ഐ എം റിയലി സോറി മിസ്റ്റർ അരുൺ. മിസ്റ്റർ ശ്യാമിനെ കരിവാരത്തേക്കാൻ ഞാനെന്തും ശ്രമിക്കണം. താനൊരു സമർത്ഥനായ വക്കീലാണെന്ന് എനിക്കറിയാം. പക്ഷേ ആ സാമർഥ്യം കാണാൻ എനിക്ക് താല്പര്യമില്ല. ഞാനും നിയമവിരുദ്ധം എടുത്തവനാ. സ്വന്തം ജീവിതത്തെ പോലും ആ കണ്ണുകൾ കൊണ്ട് കാണാൻ ശ്രമിക്കുന്നത് തെറ്റാണ്. എന്നുവെച്ചാ ആദർശധീരനായ ഒരു വക്കീലാവാൻ കൊതിയുണ്ടോ ശ്യാമിന്? എങ്കിൽ പറയൂ. ഒരിക്കൽ രേണുക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അഭയകേന്ദ്രമായ താലോലത്തിലെത്തി 7 മാസങ്ങൾക്ക് ശേഷം അവളെ കാണാതായി. എങ്ങനെ? അതിന്റെ അന്വേഷണമല്ലേ താങ്കളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? അതിന് നിങ്ങളുടെയൊക്കെ സഹകരണമാണ് എനിക്ക് ആവശ്യം. അല്ലെങ്കിൽ ഒരു സാധാരണ കുറ്റവാളിയോട് കാണിക്കേണ്ട രീതികൾ എനിക്ക് നിങ്ങളോട് കാണിക്കേണ്ടി വരും. താങ്കൾ ഈ പറഞ്ഞു വെച്ചതൊക്കെ കൂട്ടിച്ചേർത്ത് വായിച്ചാൽ രേണുകയുടെ തിരോധാനത്തിൽ എനിക്കും പങ്കുണ്ടെന്ന് വരും. യെസ്, ആ ധാരണയിൽ എന്നെ കൊണ്ടെത്തിച്ചത് മിസ്റ്റർ ശ്യാമാണ്. പഠിച്ചു വെച്ച ലോ പോയിന്റ്സ് ജീവിതത്തിൽ പകർത്താനാവില്ല മിസ്റ്റർ അരുൺ. ഒരിക്കലും ആ ഒരു കണ്ണുകൊണ്ട് ജീവിതത്തെ നോക്കിക്കാണാൻ ഞാൻ ശ്രമിച്ചിട്ടുമില്ല. രേണുക, അവള് എന്നെ തോപ്പിക്കുക. എല്ലാം മറന്നു എന്ന് സ്വയം മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കാൻ നോക്കിയിട്ടും എനിക്കതിന് കഴിഞ്ഞിട്ടില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് അവളെ വിവാഹം കഴിച്ചില്ല? തീരുമാനിച്ചതാണ്. ഞങ്ങളുടെ വിവാഹം തീരുമാനിച്ചുറപ്പിച്ചതാണ്. ആരാ ഇത്? ശ്യാമോ? വാ വാ. രേണുകയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാ ശ്യാമപ്രസാദ്. എന്താ കല്യാണത്തിന് മുമ്പേ ഒരു വിസിറ്റിംഗ്? ഞാൻ കല്യാണം വിളിച്ചു വരുന്ന വഴിയാ. ഇതുവഴി പോയപ്പോ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അതിനെന്താ, ശ്യാമിന് ഏത് സമയത്തും സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇവിടെ വരാൻ. ഇവൻ എന്റെ മരുമകൻ മാത്രല്ല, സ്റ്റുഡന്റ് കൂടിയാ. ആ ശ്യാമേ, ഞാൻ അപ്പുറത്തേക്ക് പോവാ. കുറച്ചുകൂടി തേങ്ങ പൊതിക്കാനുണ്ട്. ശരി. അവിടുത്തെ കല്യാണ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നു ടീച്ചർ. എല്ലാറ്റിനും നീ ഒരുത്തനല്ലേ ഉള്ളൂ. കഷ്ടപ്പെടുന്നുണ്ടാവും അല്ലേ? ദേ, ഈ മാല എങ്ങനെയുണ്ട്? 8 പവനാ. മാലയൊക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ടു. പക്ഷേ നിനക്ക് ആ കല്യാണ പെണ്ണിന്റെ ഒരു നാണമില്ലല്ലോ. അയ്യടാ, ഞാനിതിനെ നാണിക്കണം? നാണിക്കണ്ടേ?
എടീ പ്രതിശ്രുതവരനായ ഈ ഉള്ളവൻ വധുവിന്റെ മുമ്പിൽ വരുമ്പോൾ ഒരു നാണം കുടുങ്ങല്. വേണ്ട വേണ്ട, നാടകമൊന്നും വേണ്ട. 1 2 അല്ല, 5 വർഷം നമ്മൾ പ്രേമിച്ച് തള്ളിയത്. അതൊക്കെ ശരിയാ. എന്നാലും ഫസ്റ്റ് നൈറ്റ് നാണം കുടുങ്ങി തന്നെ വരണം. അതാ എന്റെ ഒരു സങ്കല്പം. നമ്മുടെ ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞതല്ലേ ശ്യാമേട്ടാ, മറന്നുപോയോ അതൊക്കെ? ഈ കല്യാണം വിളി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ കുഴയ്ക്കുന്ന ഒരു പണിയാ. ഒരിടത്തുനിന്ന് ചായയാണെങ്കിൽ വേറൊരിടത്തുനിന്ന് കോഫി, പിന്നെ വേറൊരിടത്തുനിന്ന് പഴം, മിക്സ്ചർ, പാല്. എനിക്ക് വയ്യ, ശരിക്കും പറഞ്ഞ ആഹാരം കഴിച്ച് തളർന്നുപോയി. ശ്യാമേട്ടൻ ഓരോ സൽക്കാരങ്ങൾക്ക് നിന്നു കൊടുത്തിട്ടല്ലേ, പറഞ്ഞ ഉടനെ തടി തപ്പാൻ നോക്കണം. നമ്മുടെ പല ബന്ധുക്കളുടെയും വീട്ടിൽ പോകുന്നത് കുറെ കാലം കൂടിയല്ലേ, അപ്പൊ പിന്നെ എങ്ങനാ? ഇക്കണക്കിന് ശ്യാമേട്ടൻ കല്യാണ ദിവസവും ക്ഷണിച്ചു തീരില്ലല്ലോ. ക്ഷണിച്ചു വന്നല്ലേ, ഒരു ചായ കൂടി ആവാം. അതേതായാലും നന്നായി. വെള്ളം കൂടി മത്സരത്തിൽ ജയിച്ചവന് നാരങ്ങ വെള്ളം കൊണ്ട് സൽക്കാരം എന്ന് പറഞ്ഞ പോലായി. ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റിട്ട് എന്റെ വയറാകെ ഒരു സംഘർഷഭൂമിയായിരിക്കുക. ഞാനൊന്ന് ബാത്റൂം വരെ പോയിട്ട് വരാം.